ഇവിടെ PMC ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ PMC അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവരായിരുന്നു. LDF സർക്കാരിൻ്റെ കാലത്ത് PMC നടപ്പാക്കിയില്ല. PMC നടപ്പാക്കാത്തത് കൊണ്ട് ഒരു കുഴപ്പവും ഇവിടെയില്ല. വിദ്യാഭ്യാസ രംഗം സ്മൂത്തായി പോകുന്നുണ്ട്. എന്തേ ഇപ്പോൾ ഇവർ PMC നടപ്പാക്കാൻ വേണ്ടി തുതിപ്പെടുന്നത്? RSS അതിനനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം നടക്കണം. ആ കാവ്യവൽക്കരണത്തിന് അനുകൂലമായ നിലപാടിലേക്കാണ് ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് മുഖ്യമന്ത്രി അടക്കം നേതൃത്വം കൊടുക്കുന്നത്. RSS കാവ്യവൽക്കരണം ഇവിടെ മാത്രമാണോ? ആ കാവ്യവൽക്കരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ നടക്കുകയല്ലേ? കണ്ടില്ലേ, ഗാന്ധിജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഗവർണർ നിയമിക്കുന്നു. ആരെയാ? RSS നോമിനിയെ. അവിടെ നിർത്തിയോ? അവിടെ 13 RSSകാരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. എന്താണിതൊക്കെ? എത്ര കണ്ട് തെറ്റായ നിലപാടുകളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരക്ഷരം അതിനെതിരെ സംസാരിക്കാൻ തയ്യാറായോ? ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നോക്കണം. കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിൽ ഒരു കുട്ടികളൊരു പ്രതീകാത്മകമായ പ്രതിഷേധം നടത്തി. അവിടെ എന്തോ സ്റ്റേജിൻ്റെ ഒരു ലൈറ്റോ മറ്റോ ഇല്ലാതെ കുറേ കാലമായി. അതിനെ കുട്ടികളുടേതായ രൂപത്തിൽ ഒരു പരിപാടി അവതരിപ്പിച്ചു. ഉടനെ അത് അവിടുത്തെ VC-ക്കെതിരെയുള്ള നടപടിയാണ്, VC-യുടെ ശവസംസ്കാരം നടത്തിയതാണ് എന്ന് പറഞ്ഞിട്ടായി ആക്ഷേപം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ തന്നെ ആ പരിപാടി ചില ചാനലുകളെല്ലാം സംപ്രേഷണം ചെയ്യുന്ന നിലയുണ്ടായി. എന്താണ് നാട് കാണുന്ന നിലയുണ്ടായി. അതിൽ വൈസ് ചാൻസലർക്കെതിരെ ഒരു കാര്യവുമില്ല. അപ്പോൾ എത്രമാത്രം വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്ന ഒരു വ്യക്തിയാണ് ഈ വൈസ് ചാൻസലർ എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര RSS താല്പര്യമാണ് അതിൽ വരുന്നത്? എത്ര കടുത്ത ഇടതുപക്ഷ വിരോധമാണ് അതിൽ വരുന്നത്? എത്ര കടുത്ത വിദ്യാർത്ഥി വിരോധമാണ് അതിൽ വരുന്നത്? ഉടനെ ഗവർണർ DGPയെ വിളിച്ചു വരുത്തുന്നു. DGPക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തണോ? പ്രാൻ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കൊടുക്കുന്നു. ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടോ? അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായോ? LDF ഗവൺമെൻറ് കാലത്ത് ഗവർണർ അങ്ങനെ ഇടപെട്ട ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഞങ്ങൾ ശക്തമായി അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്, ശക്തമായി ഇടപെട്ടിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്, പരസ്യമായി ആക്ഷേപിച്ചിട്ടുണ്ട്. എന്തേ അനങ്ങാത്തത്? ഇപ്പോൾ എവിടെയെത്തി? ഇന്നലെ PSCയുടെ സെക്രട്ടറിയെ വിളിച്ചു എന്നാണ് കേൾക്കുന്നത് ഗവർണർ. ഗവർണർക്ക് എവിടെ നിന്നാണ് ഇതിന് അധികാരം? ഇവിടെ ഗവൺമെൻറ്റാണല്ലോ ഭരണം നടത്തേണ്ടത്. അപ്പോൾ BJPയുടെ RSSൻ്റെ ഭരണം ഇവിടെ ഇല്ലെങ്കിലും ഇവരിലൂടെ അവരുടെ ഭരണം നടത്താൻ പറ്റും. അപ്പോൾ ഗവർണർ ഉപയോഗിച്ച് ആ ഭരണം നടത്താം എന്നൊക്കെയുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. കേരളത്തെ മാറ്റിമറിക്കാൻ നോക്കുകയാണ്. ഈ ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഞാൻ കൂടുതൽ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല, പോയാൽ കുറേ സമയം എടുത്തു പോകുന്നതുകൊണ്ട്. ഇത് വലിയ ആപത്താണ്. ഈ ആപത്തിനെതിരെ നാം നല്ല രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറാവണം. ഇത്തരം കാര്യങ്ങൾ യുവത അതീവ ഗൗരവമായിട്ടെടുക്കണം. നല്ല രീതിയിൽ പ്രതികരണം അതിനെതിരായിട്ട് വരണം. നമ്മുടെ സംസ്ഥാനത്തെ പൊതുധാരയിൽ നിന്ന് മാറ്റാനുള്ള, സംസ്ഥാനത്തിൻ്റെ ഇതേവരെയുള്ള തുടർച്ചയിൽ നിന്ന് സംസ്ഥാനത്തെ പൂർണ്ണമായി മറ്റൊരു രീതിയിലേക്ക് മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനെതിരെ വലിയ തോതിലുള്ള ഇടപെടൽ യുവതയുടെ ഭാഗത്തുണ്ടാവണം. അതിൽ DYFI എന്ന തരത്തിൽ നല്ല നേതൃത്വം അത്തരം കാര്യങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. കൂടുതൽ സമരോജ്വലമായ അധ്യായങ്ങൾ രചിക്കാൻ DYFIക്ക് ഇനിയുള്ള നാളുകളിൽ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.